ഉണ്ണികൃഷ്ണപിള്ള സാർ, നമസ്കാരം. നമസ്തേ. സാർ, നമ്മുടെ വിവാദമായ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി പുറത്തു വന്നു. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കാര്യമായ ഒരു പ്രതികരണവും നടത്തിയില്ല. കൊല്ലപ്പെട്ട രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്. അരും കൊലയാണ് നടന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി, ഇപ്പോൾ നിലവിലെ എം പി ആയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, കേരളത്തിൻ്റെ തന്നെ സ്വന്തം കെ.സി. വേണുഗോപാൽ, ഇവരൊന്നും കാര്യമായ ഒരു പ്രതികരണം നടത്തി കണ്ടില്ല. എന്താണ് സാർ ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? 2019 ഫെബ്രുവരി 17-ാം തീയതിയാണ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നത്. ഏറെക്കുറെ ഒരു മാസം തികയുന്നതിന് മുമ്പ്, അതായത് 2019 മാർച്ച് 13-ന് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കമിടാനെത്തിയിരുന്നു. പെരിയ കൊലക്കേസ് കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയാകുന്നില്ല. അദ്ദേഹം അന്ന് വന്ന് ചെന്നൈയിലെ ഒരു വനിതാ കോളേജിൽ, സ്റ്റെല്ല മേരീസ് കോളേജാണെന്ന് തോന്നുന്നു, അവിടുത്തെ വിദ്യാർത്ഥികളുമായി ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ഇലക്ഷൻ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അന്ന് ഈ പെരിയ കേരളത്തിന്റെ ബോർഡറിലുള്ള കോയമ്പത്തൂരിൽ നടരാജൻ എന്ന് പറയുന്ന ഒരു CPM സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഈ നടരാജൻ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. ഈ പെരിയ കൊലക്കേസ് നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അധികം മാസമായിട്ടില്ല. അന്ന് രാഹുൽ ഗാന്ധി ഈ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ CPM സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് ബാനറുകൾ അടിച്ചിരുന്നത്. ആ CPM സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം, മാർച്ച് 13-ന് അടുത്ത ദിവസം, രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ചെന്നൈയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചതിനെ കുറിച്ചും ട്വീറ്റ് ചെയ്തിരുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് അന്നും അദ്ദേഹം ദേശീയ തലത്തിൽ ഒന്നും സംസാരിച്ചു കണ്ടില്ല. ഇന്ന് ഈ കോടതി വിധി വരുമ്പോൾ സംസ്ഥാന തലത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കണ്ടു, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവന കണ്ടു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ നിന്ന് വന്നിട്ട് പ്രതികരിക്കുമായിരിക്കും. ദേശീയ തലത്തിൽ കേരളത്തിന്റെ MP പ്രിയങ്ക ഗാന്ധി ഉണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ ഉണ്ട്, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് സോണിയാഗാന്ധി ഉണ്ട്. ഈ കൊലപാതകത്തെ കുറിച്ച് ദേശീയ തലത്തിൽ യാതൊരു വാർത്തകളും ഇതേവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന, ഈ കോൺഗ്രസ് എന്നും ആരോപിക്കുന്ന CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ഈ പാർലമെന്റിൽ ചട്ടം 193 പ്രകാരം പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുക. അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചതായിട്ടും കണ്ടിട്ടില്ല. വേണമെങ്കിൽ അടുത്ത പാർലമെന്റ് സെഷനിൽ നമുക്ക് കാത്തിരിക്കാം. കേരളത്തിലെ കോൺഗ്രസ് MP-മാർ, രാജ്യസഭയിൽ CPM-ന് വേണ്ടി വളരെ ശബ്ദായമാനമായി സംസാരിക്കുന്ന ബ്രിട്ടാസ് MP ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ ജെബി മേത്തറിനെ പോലൊരു യുവ കോൺഗ്രസ് പ്രവർത്തക രാജ്യസഭാ അംഗമാണ്. അവരൊക്കെ ഈ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, ഈ പെരിയ കൊലക്കേസില് പാർട്ടിയുടെ മുൻ MLA കുഞ്ഞിരാമന് 5 വർഷം ശിക്ഷ നൽകിയിരിക്കുകയാണ്. 3 പാർട്ടി നേതാക്കന്മാർ ഈ ശിക്ഷയിൽ വന്നിട്ടുണ്ട്. ഈ 3 പാർട്ടി നേതാക്കന്മാരെ കുറ്റപത്രത്തിൽ പെടുത്തിയത് CBI എൻക്വയറി വന്നതിന് ശേഷമാണ്. അറിയാമല്ലോ, ഈ പെരിയ കൊലക്കേസ് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ വധിക്കപ്പെട്ട കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ആ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നിട്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണത്തിൽ ധാരാളം പിഴവുകൾ കണ്ടെത്തി. സിംഗിൾ ബെഞ്ച് വിധിച്ചു ഇത് CBI അന്വേഷിക്കണമെന്ന്. നമ്മുടെ സംസ്ഥാന സർക്കാർ, ഈ CPM-ന് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നു. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി അനുവദിച്ചു കൊടുക്കുന്നു. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ ഏറ്റവും കൂടുതൽ ചെലവുള്ള അഭിഭാഷകരെ വെച്ച് മനീന്ദർ സിംഗ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ 2 അപ്പീലുകൾ തള്ളിയ കേരള ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്യുന്നു. ഏകദേശം 1.14 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന്, പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് കേസ് നടത്തിയിരിക്കുന്നു. സാർ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് പറഞ്ഞു വന്നപ്പോൾ ജെബി മേത്തറുടെയും മറ്റും കാര്യം പറഞ്ഞു. രാജ്യസഭാ MP-മാർ, കേരളത്തിൽ നിന്ന് 18 MP-മാർ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ട്, UDF-ന് ഇപ്പോൾ ഉണ്ട്.
അത് അങ്ങ് അവർ പാർലമെൻറ്റിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ? എന്താണ് അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അല്ല, കേരളത്തിലെ കോൺഗ്രസ് എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ആ, വസ്തുതയാണ് CPM-ന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. CPM പാർട്ടി നേതൃത്വം ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P. ജയരാജനും TB രാജേഷും പ്രതികളാണ്. കുറ്റക്കാരല്ല, പ്രതികളാണ്. ഷുഹൈബ് വധക്കേസിലും പാർട്ടി നേതാക്കന്മാരുണ്ട്. TP വധക്കേസിൽ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞൊരു പാർട്ടി നേതാവിനെ ശിക്ഷിച്ചിരുന്നു. ഈ പെരിയ കൊലക്കേസിൽ മുൻ MLA 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫസൽ വധക്കേസ് എന്ന് പറഞ്ഞൊരു ഫസൽ വധക്കേസിൽ കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ തുടങ്ങിയ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പ്രതികളാണ്. ഇങ്ങനെയുള്ള ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഈ വിഷയത്തിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ഈ കോൺഗ്രസ് MP-മാർക്ക് നടത്താം. ഈ കേരളത്തിൽ പറയുന്ന പ്രസ്താവനകളോട് ആത്മാർത്ഥത പുലർത്തുന്നതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ലേ, ഈ പാർലമെന്റിലെ പാർലമെന്റ് നടപടിക്രമങ്ങളിലെ ചട്ടം 193 പ്രകാരം ഒരു പ്രമേയം അവതരിപ്പിച്ച് ദേശീയ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കാം. ഇതവർ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റിലും കളിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോക്കൽ പ്രതിഷേധമായിട്ട് അവശേഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇവർ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളല്ലേ, ഈ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതും ഒക്കെ അവർ ഒരുമിച്ചല്ലേ. അപ്പോൾ ഇവിടെ ഈ രക്തസാക്ഷികളെയൊക്കെ തരാതരം പോലെ എല്ലാവരും വോട്ടിന് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ ഇതിന്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിൽ ഈ ഒരു വലിയ വിപത്തിനെ അവരെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം പൊതുമണ്ഡലത്തിൽ എപ്പോഴും ഉയർന്നു വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും വ്യക്തമായി അങ്ങ് കാര്യം പറഞ്ഞു. അതായത് പാർലമെന്റിൽ അങ്ങ് പറഞ്ഞതുപോലെ ചട്ടപ്രകാരം ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കോൺഗ്രസ് ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കൊണ്ടുവരേണ്ടതാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും കേരളത്തിൻ്റെ MP വയനാട് നിന്നുള്ള MP-യായ പ്രിയങ്ക ഗാന്ധിക്കും രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിലും അത് അവതരിപ്പിക്കാം. അത് അവതരിപ്പിച്ച് അതൊരു ചർച്ചയാക്കി ഈ CPM-ന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ട ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് തിരിച്ച് കേസിലേക്ക് വരാം. അങ്ങ് പറഞ്ഞല്ലോ 1.14 കോടി രൂപ ചെലവാക്കി കോടതികളിൽ ഉന്നതരായ വക്കീലന്മാർക്ക് വേണ്ടി. ശരിക്കും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി അത്തരം സംഭവങ്ങൾ ഉണ്ടായി. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. പ്രശാന്ത്, ഈ 2021 ഓഗസ്റ്റിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അന്ന് വരെ 2021 വരെ ഏകദേശം 18.98 കോടി രൂപ 18.98 കോടി രൂപ ഈ മറ്റു സംസ്ഥാനത്തിന് വെളിയിലുള്ള അഭിഭാഷകരെ നിയോഗിച്ചത് വഴി സംസ്ഥാന ഖജനാവിന് ചെലവായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 8.8 ലക്ഷത്തിലധികം രൂപ ഹോട്ടൽ ബില്ല്, 24 ലക്ഷത്തിലധികം രൂപ അവരുടെ ഫ്ലൈറ്റ് ബില്ല്, വിമാന ടിക്കറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പെരിയ കേസ് വന്നിട്ടുണ്ട്, ഷുഹൈബ് വധക്കേസ് വന്നിട്ടുണ്ട്. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണത്തിന് സ്റ്റേ കിട്ടി. പെരിയ കേസിൽ അവർ കേരളത്തിൽ അറിയാമല്ലോ, ഹൈക്കോടതി തള്ളിയ കേസ് അവർ സുപ്രീം കോടതിയിൽ പോയി അഭിഭാഷകരെ വെച്ച് നടത്തി. ആ അഭിഭാഷകൻ മനീന്ദർ സിംഗിന് 24.5 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ സംസ്ഥാനത്ത് ട്രഷറി ബാനാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ട്രഷറികൾ ബില്ല് പാസ്സാക്കാതിരുന്നപ്പോൾ ഒരു പ്രത്യേക ഓർഡർ വഴിയാണ് ഈ പെരിയ കേസിൽ CBI അന്വേഷണം തടയിടാൻ വേണ്ടി കേരള ഗവൺമെന്റിന് വേണ്ടി അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റിന് ഫീസ് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഒന്നുകിൽ കേരളത്തിൽ ഒരു അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഉണ്ട്, സ്റ്റേറ്റ് അറ്റോർണി ഉണ്ട്, നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പ്രോസിക്യൂട്ടർമാരുണ്ട്, സീനിയർ ഗവൺമെന്റ് പ്ലീഡേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് അഭിഭാഷകർ ധാരാളമുണ്ട്. ആ നിയമവ്യവസ്ഥയുടെ ഇൻകോമ്പിറ്റൻസി, പൊതുവെ ഓരോ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവരോട് അനുഭാവം പുലർത്തുന്ന അഭിഭാഷകരാണ് ഇതിൽ വരാറുള്ളത്. അപ്പൊ അവരുടെ ഇൻകോമ്പിറ്റൻസി ആണോ ഇത് കാണിക്കുന്നത്? അവരിലുള്ള വിശ്വാസക്കുറവാണോ സർക്കാർ ഇത് കാണിക്കുന്നത്? മനസ്സിലായി? തീർച്ചയായും. അപ്പോൾ ഇങ്ങനെ ധാരാളം കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. എന്തിനാണ്? ഇരകൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടല്ല, പ്രതികൾക്കൊപ്പം ഏതറ്റം വരെയും പോകാൻ. ഇരകൾക്കൊപ്പം നിന്ന് അവർക്ക് നീതി ഉറപ്പാക്കാനല്ല, പ്രതികൾക്കൊപ്പം നിന്ന് അവർക്ക് ഏതറ്റം വരെയും പോയി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പല മാധ്യമങ്ങളിലും വായിച്ചു, ഈ 1.14 കോടി രൂപ പെരിയ കൊലപാതക കേസിലെ CBI അന്വേഷണം തടയിടാൻ വേണ്ടി സർക്കാർ ചെലവാക്കിയ ഈ പണം
പാർട്ടി ഖജനാവിലേക്ക് തിരികെ അടച്ചുകൂടെ എന്ന് അതല്ല നീതി, അതല്ല ധാർമ്മികത, അതല്ല യുക്തി എന്നൊരു ചോദ്യം ഇന്ന് പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സാർ, ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അത് നടത്തുന്നത് പോകട്ടെ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ പണമെടുത്ത്, നികുതി പണമെടുത്ത്, ഇവിടെ ശമ്പളം കൊടുക്കാൻ പണമില്ല, സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ പണമില്ല, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ല. ഈ സാഹചര്യത്തിൽ ഈ പണമെടുത്താണ്, ജനങ്ങളുടെ നികുതി പണമെടുത്താണ് ഈ എന്താ പറയണ്ടേ, കൊടും കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സുപ്രീം കോടതി വരെ പോയിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയട്ടെ. അവർ തിരിച്ചറിഞ്ഞ് ഇതിന് ഒരു പോംവഴി അവരുണ്ടാക്കട്ടെ. ഈ കുറ്റവാളികളെ കൃത്യമായിട്ട് ശിക്ഷിക്കാൻ നിയമത്തിന് സാധിച്ചു, പക്ഷേ ഈ സർക്കാരിനെ ആര് ശിക്ഷിക്കും എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.